പ്രിയപ്പെട്ടവരെ, സ്വയം സ്നേഹിക്കുക എന്നത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. നമ്മിൽ പലരിലും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ് അത്. എന്താണ് നാം നമ്മെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോകുന്നതിന് കാരണം? മനോഭാവങ്ങളിലെ വ്യത്യാസം തന്നെ വില്ലൻ. പ്രധാനമായും 4 തരം മനോഭാവങ്ങൾ ആണ് ഉള്ളത്. അവ: I am okay, You are not okay, You are okay, I am not okay, I am not okay, You are not okay, I am okay, You are also okay എന്നിവ ആണ്. തീരെ ചെറിയ പ്രായത്തിൽ നാം എല്ലാവരും I am okay, You are okay മനോഭാവക്കാരാണ്. എന്നാൽ പ്രൈമറി ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അത് ഞാൻ കൊള്ളാം, നീ കൊള്ളില്ല എന്ന മനോഭാവത്തിലേക്ക് മാറാൻ തുടങ്ങും. പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്കനുസരിച്ച് മനോഭാവങ്ങൾ മാറി വരുന്നു. പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാര്യം, ജീവിതാനുഭവങ്ങളുടെ കാര്യത്തിൽ ചിലർ ഭാഗ്യവാന്മാരാണ് എന്നതാണ്. അവർക്ക് കൂടുതലും നല്ല അനുഭവങ്ങൾ മാത്രം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ നല്ല വ്യക്തിത്വത്തിന് ഉടമകൾ ആയിരിക്കും. സ്വാഭാവികമായും അവരുടെ ജീവിതം മെച്ചപ്പെട്ടത് ആയിരിക്കും. എന്നാൽ ചിലരെ നിർഭാഗ്യങ്ങൾ വിടാതെ പിന്തുടരുന്നു. അവയ്ക്ക് പല കാരണങ്ങൾ ഉണ്ടാവാം. ശരിയായ അറിവില്ലാത്തതുകൊണ്ട് പാളിച്ചകൾ ഉണ്ടായതാവാം. നമ്മുടെയോ കൂടെ ഉള്ളവരുടെയോ തെറ്റായ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ആവാം. ഏതായാലും ഇത്തരം അനുഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായാൽ മനസ്സ് മരവിക്കും. ഒന്നിലും താല്പര്യം ഇല്ലെന്നാവും. സന്തോഷം ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മറ്റുള്ളവരോട് എപ്പോഴും ദേഷ്യം ആയിരിക്കും. അങ്ങനെ അവരുടെ അപ്രീതിക്കും പാത്രമാവും. ജീവിതം തന്നെ നരകമായി തോന്നും. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ? തീർച്ചയായും പരിഹാരമുണ്ട്. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിന് ഒരു മാറ്റം വരുത്തുക എന്നതാണ്. എങ്ങനെയാണ് മനസ്സിന് മാറ്റമുണ്ടാവുന്നത്? തീർച്ചയായും ശരിയായ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല വശവും ഒരു ചീത്ത വശവും ഉണ്ട്. ഇതിൽ ഏതു സ്വീകരിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ്. സ്വാഭാവികം ആയും നമുക്ക് എപ്പോഴും വിപരീത ചിന്തകളോടാണ് താല്പര്യം. അപ്പോൾ അതിനെ മാറ്റിയാൽ മാത്രമേ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളൂ. ഇതിന് നമ്മൾ കുറച്ച് ശ്രദ്ധാപൂർവം ശ്രമിക്കണം. നിരന്തരമായ പ്രാർത്ഥന, ധ്യാനം എന്നിവ ശീലിക്കണം. തുടക്കത്തിൽ മടുപ്പ് തോന്നും. പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത്. മടുപ്പ് തോന്നിയാലും ചെയ്യണം. കാരണം നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏതൊരു കാര്യവും തുടർച്ചയായി ഒരേ സമയത്തു 21 ദിവസം മുടങ്ങാതെ ചെയ്താൽ പിന്നെ അത് ഒരു ശീലമായി മാറും. ക്രമേണ നമ്മുടെ മനസ്സ് അതിന് അഡിക്റ്റ് ആകും. നല്ലതിനും ചീത്തക്കും ഇത് ബാധകമാണ്. ഇപ്രകാരം ചിന്തകളെ നമുക്ക് അനുകൂലമാക്കാം. ചിന്ത മാറുന്നതോടെ നമ്മൾ സ്വയം ഇഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കടന്നുവരാൻ തുടങ്ങും. മെഡിറ്റേഷൻ ആരംഭിക്കാം. സ്വസ്ഥമായ ഒരിടത്തു ഇരിക്കുക. കൈകൾ മടിയിൽ വയ്ക്കുക. പെരുവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജ്ജബന്ധം സ്ഥാപിക്കുക. 3 തവണ ദീർഘശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ട്. അവ അതുപോലെ കടന്നു പോകട്ടെ. ബലപൂർവം ഒഴിവാക്കാൻ നോക്കണ്ട. എന്നാൽ മെഡിറ്റേഷന്റെ സ്വരത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഒരിക്കൽ കൂടി കടന്നു പോകുക.
ചിലപ്പോൾ പല അനുഭവങ്ങൾ കാണും. എല്ലാം ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ആ അനുഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാകുന്നതായി സങ്കൽപ്പിക്കുക. അതിൻ്റെ എല്ലാ വേദനകളും ആ തീവ്രതയോടെ അനുഭവിക്കുക. നിങ്ങളിൽ പലരും കരയുന്നുണ്ട്. സാരമില്ല, കണ്ണുനീർ ഒഴുകി പോകട്ടെ. നിങ്ങളുടെ 2 കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരിൻ്റെ ചൂട് നിങ്ങളുടെ കവിളുകളിൽ അനുഭവപ്പെടുന്നു. അത് ഒരുപക്ഷേ പശ്ചാത്താപത്തിൻ്റെ കണ്ണീരാവാം, അല്ലെങ്കിൽ തീവ്രമായ വേദനയുടെ കണ്ണീരാവാം. അതും അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ കണ്ണീരും ആവാം. കാരണം എന്തും ആകട്ടെ, അതിനെ പോകാൻ അനുവദിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ മാറ്റാൻ തീരുമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും 2 സാധ്യതകൾ ഉണ്ട്. അവ പോസിറ്റീവ് ആയി സ്വീകരിക്കാം, നെഗറ്റീവ് ആയും സ്വീകരിക്കാം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ പോസിറ്റീവ് സാധ്യതകൾ മാത്രമേ കാണൂ. എൻ്റെ ജീവിതത്തിലെ നെഗറ്റീവ് അവസ്ഥകളെ ഞാൻ മാറ്റും. വിപരീത അവസ്ഥകളെക്കുറിച്ചുള്ള എൻ്റെ പഴയ കാഴ്ചപ്പാടുകൾ ഞാൻ മാറ്റുന്നു. എൻ്റെ ചിന്താരീതികൾ ഞാൻ മാറ്റും. എല്ലാ കാര്യങ്ങളിലും പോസിറ്റിവിറ്റി മാത്രം. ഇനി നിങ്ങൾ ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് സന്തോഷം, സമാധാനം, ഐശ്വര്യം എന്നിവ കടന്നു വരുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോകുന്നു. വീണ്ടും ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കുറേയേറെ നല്ല ചിന്തകൾ കടന്നു വരുന്നു. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മതിപ്പ് തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു: എനിക്ക് ഒരു നല്ല മനസ്സും ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവും ഉണ്ട്. എനിക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ട്. എനിക്ക് വരയ്ക്കാൻ അറിയാം. പെയിന്റിംഗ് മനോഹരമായി ചെയ്യാനറിയാം. ഞാൻ നന്നായി പാട്ടുപാടും. ഞാൻ നല്ല എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആണ്. എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്. വടിവൊത്ത ശരീരം എനിക്കുണ്ട്. നിറം അല്പം കുറവാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള മുഖത്തിനുടമയാണ് ഞാൻ. എനിക്ക് നല്ല പേഴ്സണാലിറ്റിയുണ്ട്. എനിക്ക് ആരോഗ്യവും സൗന്ദര്യവും നല്ല സ്വഭാവമുള്ള ഒരു ജീവിത പങ്കാളിയുണ്ട്. ചില അപസ്വരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ട്. ഞങ്ങൾ വീണ്ടും സ്നേഹത്തോടെ മുന്നേറും. ഒരിക്കലും ഞങ്ങൾ വേർപിരിയില്ല. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കും. അതിന് ഞാൻ മുൻകൈ എടുക്കും. തെറ്റുകൾ ഉണ്ടായാൽ പരസ്പരം സംസാരിച്ചു പരിഹരിക്കും. ചിന്തയുടെ ശക്തി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നത് വഴി ജീവിതത്തിലേക്ക് നന്മയെ ആകർഷിക്കാം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി മുതൽ ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങൾ മനസ്സിൽ ദൃശ്യവൽക്കരിച്ച് കാണും. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ചപലതകളെ അകറ്റും. നല്ല പക്വതയോടെ സംസാരിക്കാനും പെരുമാറാനും പഠിക്കും. എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. സന്തോഷമുള്ള അവസ്ഥ എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും രമ്യമായി പരിഹരിക്കാൻ എന്നെ സഹായിക്കും. ഞാൻ എൻ്റെ വിചാരങ്ങളെ സന്തോഷമുള്ള ചിന്തകളിലേക്ക് തിരിച്ചുവിടുന്നു. അതിനാൽ കൂടുതൽ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും ശുഭപ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നു. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന് എനിക്ക് അറിയാം. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കുന്നു. എൻ്റെ ധനസമ്പത്ത് അത്ഭുതകരമായി വർദ്ധിക്കുന്നു. ഞാൻ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും നികത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി മുതൽ എൻ്റെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമാണ്. എൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി. ഇനി മെല്ലെ ഒരു ദീർഘശ്വാസം എടുക്കുക.
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ പൂമഴയായി കടന്നുവരുന്നു. നിങ്ങൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിയുന്നു. മെല്ലെ കണ്ണുകൾ തുറക്കുക. പ്രപഞ്ചത്തെ നോക്കി പുഞ്ചിരിക്കുക. ചുറ്റുമുള്ളവരെ നോക്കിയും പുഞ്ചിരിക്കുക. താങ്ക് യു ഗോഡ്. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. തുടർച്ചയായി ഈ മെഡിറ്റേഷൻ 21 ദിവസം ചെയ്യുക. മനസ്സിന് നല്ല സന്തോഷം ലഭിക്കും. നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടാനും തുടങ്ങും. എല്ലാവർക്കും നന്ദി.